എക്സസൈസ് 6.3 14th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ 14th ക്വസ്റ്റ്യൻ, സൈഡ്സ് എ ബി ആൻഡ് എ സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ്സ് പി ക്യു പി ആർ ആൻഡ് മീഡിയൻ പി എം ഓഫ് അനദർ ട്രയാങ്കിൾ പി ക്യു ആർ. ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ. അതായത് ഇവിടെ നമുക്ക് എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിൾ, അതുപോലെ പി ക്യു ആർ എന്നുള്ള മറ്റൊരു ട്രയാങ്കിൾ, ഇതിന്റെ സൈഡ്സും അതുപോലെ മീഡിയൻ എ ഡിയും പി എമ്മും പ്രൊപ്പോർഷണൽ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള എ ബി എ സി പി ക്യു പി ആർ ആൻഡ് മീഡിയൻ എ ഡി പി എം ഇതൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ആദ്യം നമുക്ക് എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് കൊടുക്കാം. given AB by PQ. AB by PQ equal to AC by PR equal to AD by PM. AD by PM. ഇത്രയാണ് നമുക്ക് given. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൺസ്ട്രക്ഷൻ produce AD to E such that AD equal to DE. അതായത് എ ഡിനെ നമ്മൾ നീട്ടി വരച്ചു, ഇ എന്ന പോയിന്റിലേക്ക് നീട്ടി വരച്ചു. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡി ഈക്വൽ ടു ഡി സെയിം അളവിൽ കിട്ടുന്ന വിധത്തിൽ വരണം. അതിനുശേഷം ഈ ജോയിൻ ഇ സി. അതുപോലെ പി ക്യു ആർ എന്ന ട്രയാങ്കിളും ചെയ്യാം. പ്രൊഡ്യൂസ് പി എം ടു എൻ സച്ച് ദാറ്റ് എങ്ങനെയാണ് പി എം ഈക്വൽ ടു എം എൻ കിട്ടുന്ന വിധത്തിൽ അതിനെയും നമ്മൾ നീട്ടി വരഞ്ഞു. അതിനുശേഷം ജോയിൻ എൻ ആർ ജോയിൻ ചെയ്തു. അപ്പൊ ഇത്രയാണ് നമുക്ക് കൺസ്ട്രക്ഷനിൽ ചെയ്തത്. ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ എ ബി ഡിയും ഇ ഡി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ ഇ ഡി സി, അതിൽ എന്തൊക്കെ കോമൺ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എ ഡി ഈക്വൽ ടു ഡിഇ. അത് നമുക്ക് എങ്ങനെ കിട്ടിയത്? കൺസ്ട്രക്ഷൻ എ ഡി ഈക്വൽ ടു ഡിഇ എന്ന് കിട്ടി. അതുപോലെ ബി ഡി ഈക്വൽ ടു ഡി സി ആണ്. ആവാൻ കാരണം എ ഡി മീഡിയൻ ആണ്. അപ്പൊ ബി ഡി ഈക്വൽ ടു ഡി സി ആയി. സെയിം ബി ഡി ഈക്വൽ ടു നേരെ പകുതിയായിട്ടാണല്ലോ ഉണ്ടാവുക. ബി ഡി ഈക്വൽ ടു ഡി സി. ഇനി നമുക്ക് അതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും കൂടി ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ ഇ ഡി സി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ ഇ ഡി സി. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും, അതായത് ഈ ട്രയാങ്കിളും സിമിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡ്സ് എന്തായി? എ ബി ഈക്വൽ ടു ഇ സി എന്ന് കിട്ടും. എ ബി ഈക്വൽ ടു ഇ സി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. എ ബി ഈക്വൽ ടു ഇ സി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഈ രണ്ട് ട്രയാങ്കിളിനെയും എന്ത് ചെയ്ത്? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത്. സിമിലർ ആയത് എങ്ങനെയാണ്? ബൈ SAS സിമിലാരിറ്റിയിലാണ് ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയപ്പോൾ നമുക്ക് എ ബി ഈക്വൽ ടു ഇ സി എന്ന് കിട്ടി. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിളിനെയും പ്രൂവ് ചെയ്യണം. സിമിലർലി ഈ ട്രയാങ്കിൾ PMQ ആൻഡ് NMR, ആ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് എങ്ങനെ കിട്ടും? ആ രണ്ട് സിമിലർ. ഇവിടെ QM ഈക്വൽ ടു MR, PM ഈക്വൽ ടു MN, അതുപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയപ്പോൾ ട്രയാങ്കിൾ PQM സിമിലർ ടു NMR ആവും. അപ്പോൾ അത് നമുക്ക് എഴുതാം. PM ഈക്വൽ ടു MN ബൈ കൺസ്ട്രക്ഷൻ. പിന്നെ QM ഈക്വൽ ടു MR. PM മീഡിയൻ ആയതുകൊണ്ട് PM is median.
അതുപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ പി എം ക്യൂ ഈക്വൽ ടു ആംഗിൾ എൻ എം ആർ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ട്രയാങ്കിൾ പി എം ക്യൂ സിമിലർ ടു ട്രയാങ്കിൾ PMQ similar to triangle NMR by SAS similarity. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? PQ equal to NR എന്ന് കിട്ടും. Therefore PQ equal to NR. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. അപ്പോൾ ആദ്യത്തേല് നമുക്ക് AB equal to EC കിട്ടി, അതുപോലെ ഇവിടെ PQ equal to NR കിട്ടി. ഇത്രയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ട് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തത്. നമുക്ക് എന്താണ് റേഷ്യോ തന്നിട്ടുള്ളത്? AB ബൈ PQ ഈക്വൽ ടു AC ബൈ PR ഈക്വൽ ടു AD ബൈ PM എന്നാണ് ഉള്ളത് നമ്മുടെ റേഷ്യോ. ഇനി ഇതിൽ നമ്മൾ AB എന്ത് കിട്ടി? നമുക്ക് AB ഈക്വൽ ടു EC എന്ന് കിട്ടി, അതുപോലെ PQ ഈക്വൽ ടു NR എന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ABന്റെ പ്ലേസിൽ ഫ്രം ഇക്വേഷൻ 1 and 2 ഫ്രം ഇക്വേഷൻ 1 and 2 എന്ന് കൊടുത്തിട്ട് അവിടെ നമുക്ക് രണ്ടും AB എന്നുള്ളത് EC എന്ന് കൊടുക്കുക, അതുപോലെ PQ എന്നുള്ളത് NR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ABന്റെ പ്ലേസിൽ EC ആയി. EC ബൈ NR ഈക്വൽ ടു AC ബൈ PR ഈക്വൽ ടു ഇത് AD. നമുക്ക് AD എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മൾ സെയിം കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? AD ഈക്വൽ ടു D കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് AD എന്നുള്ളത് എങ്ങനെ എഴുതാം? ഹാഫ് ഓഫ് AE എന്ന് എഴുതാം. എയുടെ മൊത്തമാണ് എ എന്ന് പറയുന്നത് എന്താ? AD പ്ലസ് ഡി. എന്റെ ഹാഫാണ് AD എന്ന് എഴുതാം. അതുപോലെ PM എന്ന് പറയുന്നത് ഹാഫ് ഓഫ് PN. അപ്പൊ ഇത് രണ്ടും നമ്മൾ ADന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? ഹാഫ് ഓഫ് AE എന്ന് കൊടുക്കുക, അതുപോലെ PMന്റെ പ്ലേസിൽ ഹാഫ് ഓഫ് PN. അപ്പൊ അതിൽ ഹാഫ് ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? AE ബൈ PN എന്ന് കിട്ടും. അതായത് AD എന്ന് പറയുന്നത് ഹാഫ് ഓഫ് AE, അതുപോലെ PM എന്ന് പറയുന്നത് ഹാഫ് ഓഫ് PN. നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ AD ബൈ PM ആണ്. AD ബൈ PM എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഹാഫ് ക്യാൻസൽ ആയിട്ട് നമുക്ക് AE ബൈ PN കിട്ടും. ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. ഈ ഒരു ട്രയാങ്കിളിൽ EC NRന് പ്രൊപ്പോർഷണൽ, അതുപോലെ AC PRന് പ്രൊപ്പോർഷണൽ, പിന്നെ AE PNന് പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ AEC സിമിലർ ടു PNR. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. SSS സിമിലാരിറ്റി സൈഡ്സ് ആണ് ഇവിടെ പ്രൊപ്പോർഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ട്രയാങ്കിൾ AEC സിമിലർ ടു PNR എന്ന് പറയാൻ കഴിയും. ട്രയാങ്കിൾ AEC സിമിലർ ടു ട്രയാങ്കിൾ PNR ബൈ SSS സിമിലാരിറ്റി. ഓ ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് സിമിലർ ആയി കിട്ടി. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ അങ്ങനെ ജോയിൻ ചെയ്ത്, അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ AB സിമിലർ ടു PQN ആവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ 3 എന്ന് കൊടുക്കുക, ഈ ആംഗിൾ 4 എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് അതായത് സിമിലർലി നമുക്ക് എന്ത് കിട്ടും? സിമിലർലി ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നില്ല. സിമിലർലി നമുക്ക് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അതിനർത്ഥം അതായത് നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പുറത്ത് AEC എന്നുള്ള ട്രയാങ്കിൾ പോലെ തന്നെ ഈ സൈഡ് ABE എന്തിന് സിമിലർ ആയിരിക്കും? PQ എന്ന ട്രയാങ്കിളിന് സിമിലർ ആകുമ്പോൾ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് അതായത് ആംഗിൾ 1 പ്ലസ് 3 തന്നെയായിരിക്കും എന്ത്? ആംഗിൾ 2 പ്ലസ് 4. കാരണം ആംഗിൾ 1 ആംഗിൾ 2ന് ഈക്വൽ ആണ്, അതുപോലെ ആംഗിൾ 3 ആംഗിൾ 4ന് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സം തന്നെയായിരിക്കും നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും സം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 ആണ്. രണ്ടിന്റെയും സം ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 എന്ന് പറയുന്നത് ആംഗിൾ A ആണ്, അതുപോലെ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് ആംഗിൾ P ആണ്. ആംഗിൾ എയും ആംഗിൾ പിയും ഇവിടെ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ABC സിമിലർ ടു PQR എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC ആൻഡ് PQR, അതായത് ഈ ട്രയാങ്കിൾ
ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഇതിൽ നമുക്ക് എന്തൊക്കെ കോമൺ ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അത് രണ്ടുമാണ് നമുക്ക് സിമിലർ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ നമുക്ക് കിട്ടി എന്താണ്, ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P ആണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തൊക്കെ ഈക്വൽ ആയിട്ടുണ്ട്, അതായത് AB ബൈ PQ ഈക്വൽ ടു AC ബൈ PR ആണ്. അതെന്താണ്, ഗിവൺ ആണ്. അപ്പോൾ അവിടെ സൈഡ്സ് പ്രൊപ്പോർഷണലും ആണ്, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വലും ആണ്. അപ്പോൾ therefore triangle ABC similar to triangle PQR by SAS similarity. രണ്ട് സൈഡ്സും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ട്രയാങ്കിൾ ABC സിമിലർ ടു PQR. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, SAS സിമിലാരിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മൾ കൺസ്ട്രക്ഷൻ കൊടുക്കുക. ABC ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. AB ബൈ PQ ഈക്വൽ ടു AC ബൈ PR ഈക്വൽ ടു AD ബൈ PM. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ട്രയാങ്കിൾ ABC സിമിലർ ടു PQR എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത്, അതായത് ഡീനെ E എന്ന പോയിന്റിലേക്ക് നീട്ടി വരഞ്ഞു. അത് എങ്ങനെയാണ് വരുന്നത്, AD ഈക്വൽ ടു DE കിട്ടുന്ന വിധത്തിലാണ് അതിന് നമ്മൾ വരച്ചത്. അതിനുശേഷം EC ജോയിൻ ചെയ്ത്, അതുപോലെ PQR എന്ന ട്രയാങ്കിളിൽ എന്ത് ചെയ്തു, PM ഈക്വൽ ടു MN കിട്ടുന്ന വിധത്തിൽ വരഞ്ഞ് NR ജോയിൻ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്യുന്നത്, അതായത് നമുക്ക് AB ഈക്വൽ ടു EC എന്ന് കിട്ടണം. അതിനു വേണ്ടി ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. അവിടെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AD ഈക്വൽ ടു D ആണ്, BD ഈക്വൽ ടു DC ആണ്. അതേപോലെ തന്നെയാണ് ഈ ട്രയാങ്കിളും. പിന്നെ അതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. SAS സിമിലാരിറ്റി വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആയപ്പോൾ AB ഈക്വൽ ടു EC എന്ന് കിട്ടി. അതുപോലെ ഇതിൽ PQ ഈക്വൽ ടു NR എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ AB ബൈ PQ എന്നുള്ളത് EC ബൈ NR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ AD ബൈ PM എന്നുള്ളത് ഹാഫ് ഓഫ് AE ഹാഫ് ഓഫ് PN ആണ്. അപ്പോൾ ഹാഫ് ക്യാൻസൽ ആയിട്ട് AE ബൈ PN കിട്ടി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് ട്രയാങ്കിൾ AEC സിമിലർ ടു PNR എന്ന് കിട്ടി. ട്രയാങ്കിൾ AEC സിമിലർ ടു PNR SSS സിമിലാരിറ്റിയിലാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1 ഈ പകുതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആംഗിൾ 1 എന്ന് ആ ഹാഫിന് കൊടുത്തത്. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആയി. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തെ സൈഡ് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് കിട്ടും. ഇപ്പൊ ഇനി പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആംഗിൾ 1 ആംഗിൾ 2-നാണ് ഈക്വൽ, ആംഗിൾ 3 ആംഗിൾ 4-നാണ് ഈക്വൽ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സമ്മ് തന്നെയായിരിക്കും ഇതിന്റെ രണ്ടിന്റെയും സമ്മ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P എന്ന് കിട്ടി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ട്രയാങ്കിൾ ABC സിമിലർ ടു PQR എന്നാണ്. അപ്പൊ ട്രയാങ്കിൾ ABC സിമിലർ ടു PQR എന്ന് പ്രൂവ് ചെയ്യാൻ അവിടെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P കിട്ടി. അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ therefore by SAS similarity triangle ABC similar to PQR. 15th question, a vertical pole of length 6 meter cast a shadow, അതായത് vertical pole 6 meter, അതിന്റെ ഷാഡോ എന്ന് പറയുന്നത് 4 meter long on the ground. At the same time a ടവറിന്റെ ഷാഡോന്റെ ലെങ്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്ര, 28 meter. അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ലെങ്ത് PQ ആണ് നമുക്ക് കാണേണ്ടത്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അവിടെ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് കാണേണ്ടത്. ഇവിടെ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് PQ. നമുക്ക് PQ ആണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് ഈ PQ കിട്ടണമെങ്കിൽ, അതായത് ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷനിൽ പറഞ്ഞിട്ട് PQ കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഈ ടവർ അല്ലേ, ടവർ ആവുമ്പോൾ എന്താണ്, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, അതുപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR നമുക്ക് എന്തൊക്കെ ആംഗിൾ ആണ് ഈക്വൽ ആയിട്ടുള്ളത്, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q 90 ഡിഗ്രി ആണ്. പിന്നെ എന്തൊന്നു ഈക്വൽ ആവുന്നത്, ഇവിടെ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ Rഉം ഈക്വൽ ആയിരിക്കും. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R. അതിന് റീസൺ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ ആണ്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സൺ. അപ്പൊ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയി. Therefore by AA similarity
നമുക്ക് എന്ത് പറയാം? therefore by AA similarity triangle ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AB by PQ ഈക്വൽ ടു, നമുക്ക് ഈ സൈഡേ വേണ്ടു, ഈ സൈഡ് നമുക്ക് എന്താണെന്ന് അറിയില്ല, അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് BC by QR. AB by PQ ഈക്വൽ ടു BC by QR. ഇതിൽ AB എന്ന് പറയുന്നത് 6, PQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ ടു BC എന്ന് പറയുന്നത് 4 ഡിവൈഡ് ബൈ 28. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 ഇൻറ്റു PQ ഈക്വൽ ടു 6 ഇൻറ്റു 28 എന്ന് കിട്ടും. PQ ഈക്വൽ ടു 6 ഇൻറ്റു 28 ഡിവൈഡ് ബൈ 4. അപ്പോൾ 4ഉം 28ഉം ക്യാൻസലായി 7. ഇറ്റ് ഈസ് ഈക്വൽ ടു 42 മീറ്റർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ടവർ എന്ന് പറയുന്നത് 42 മീറ്റർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 10th question. If AD and PM are medians of triangle ABC and PQR respectively, where triangle ABC similar to PQR. ഇവിടെ നമുക്ക് given ആണ് triangle ABC similar to triangle PQR. ഇത് given ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് prove that AB by PQ, prove that AB by PQ equal to AD by PM. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ABC സിമിലർ ടു PQR എന്ന് തന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? AB by PQ ഈക്വൽ, അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. AB by PQ ഈക്വൽ ടു AC by PR ഈക്വൽ ടു BC by QR. അപ്പൊ അതിന്റെ സൈഡ്സ് എല്ലാം പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതാൻ കഴിയും. നമുക്ക് ഇവിടെ AB by PQ ഈക്വൽ ടു AD by PM എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ABD സിമിലർ ടു PQM എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AB by PQ ഈക്വൽ ടു AD by PM. അതായത് ട്രയാങ്കിൾ ABD സിമിലർ ടു ട്രയാങ്കിൾ PQM എന്ന് പ്രൂവ് ചെയ്താലാണ് നമുക്ക് AB by PQ ഈക്വൽ ടു AD by PM എന്ന് കിട്ടുക. അതിനുവേണ്ടി നമുക്കത് സിമിലർ ആവാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യാം? BC എന്ന് പറയുന്നത്, അതായത് AD മീഡിയൻ ആണെങ്കിൽ BC എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? BC is equal to 2 times BD. അതായത് BD plus BC ആണ് BC. BD plus BC. BC എന്തിന് ഈക്വൽ ആണ്? BDക്ക് ഈക്വൽ ആണ്. അപ്പം നമ്മൾ മാറ്റി കൊടുക്കും, BD plus BD വരും. അതായത് BC എന്ന് പറയുന്നത് BD plus BD ആയി, അങ്ങനെ BC 2BD എന്ന് എഴുതാം. അതുപോലെ QR എന്ന് പറയുന്നത് 2QM എഴുതാം. അപ്പം AB by PQ ഈക്വൽ ടു ഈ BCനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 times BD by 2 times QM അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? AB by PQ ഈക്വൽ ടു BD by QM എന്ന് കിട്ടും. ഇനി ഈ രണ്ട് ട്രയാങ്കിളും, അതായത് ഈ ട്രയാങ്കിൾ ABD ആൻഡ് PQM, ട്രയാങ്കിൾ PQM-ൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? AB by PQ ഈക്വൽ ടു BD by QM എന്ന് കിട്ടി. അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണലായി. ഇനി ആംഗിൾ B ആംഗിൾ Qന് ഈക്വൽ ആണ്. എങ്ങനെയാണ് നമുക്ക് ഈക്വൽ ആവുന്നത്? അതായത് ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ PQM. റീസൺ ട്രയാങ്കിൾ ABC സിമിലർ ടു PQR ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ ഇവിടെ എഴുതുന്നുണ്ട്. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR ആയതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിൾ, അതായത് ആംഗിൾ B ആംഗിൾ Qന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ABDയിലും PQMലും അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ ആംഗിൾ, അതായത് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ AB by PQ അതുപോലെ AD by BD by QM കിട്ടി. ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത്. AB by PQ ഈക്വൽ ടു BD by QM, അതുപോലെ ഇൻക്ലൂഡഡ് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആണ്. Therefore by SAS സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABD സിമിലർ ടു ട്രയാങ്കിൾ PQM. ട്രയാങ്കിൾ ABD സിമിലർ ടു PQM ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? AB by PQ ഈക്വൽ ടു AD by
പി എം, അതിൻ്റെ സൈഡ്സ് എല്ലാം പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ ഒന്നുമില്ല, നമുക്ക് എ ബി സി സിമിലർ ടു പി ക്യു ആർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി സി സിമിലർ ടു പി ക്യു ആർ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ സി ബൈ പി ആർ ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ആണ്. ഇതിൽ നമ്മൾ ബി സി ബൈ ക്യു ആറിനെ മാറ്റി, അതായത് 2 ടൈംസ് ബി ഡി എന്ന് കൊടുത്തു, അതുപോലെ 2 ടൈംസ് ക്യു എം എന്ന് കൊടുത്തു. അപ്പോൾ 2 ക്യാൻസൽ ആയിട്ട് എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി ഡി ബൈ ക്യു എം എന്ന് കിട്ടി. അതുപോലെ ഈ ഒരു ട്രയാങ്കിൾ, ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ ഡി ബൈ പി എം എന്ന് കിട്ടുള്ളൂ. അതിനു വേണ്ടി നമുക്ക് നോക്കാം അത് ഏത് സിമിലാരിറ്റിയാണ് നമുക്ക് അതിന് സ്യൂട്ട് ആവുന്നത്. അതായത് എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി ഡി ബൈ ക്യു എം ആയി. ഇവിടെ ആംഗിൾ ബി ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണ്. റീസൺ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു പി ക്യു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളും അതിൻ്റെ ഇൻക്ലൂഡഡ് സൈഡ്സും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് എ സിമിലാരിറ്റിയിൽ നമുക്ക് എന്ത് കിട്ടിയ ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു പി ക്യു എം കിട്ടി. ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു പി ക്യു എം ആണെങ്കിൽ എ ബി ബൈ പി ക്യു ഈക്വൽ ടു എ ഡി ബൈ പി എം. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ്